ഭാരതത്തിലെ ഏറ്റവും മികച്ച സർവകലാശാലയായിരുന്ന നളന്ദയുടെ പ്രശസ്തി അതേ മാതൃകയിൽ മറ്റു പല സർവകലാശാലകൾ സ്ഥാപിക്കുന്നതിന് പ്രേരകമായിട്ടുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വിക്രമശില. പ്രശസ്തിയുടെയും വിസ്തൃതിയുടെയും കാര്യത്തിൽ നളന്ദയേക്കാൾ ഏറെ പിന്നിലാണെങ്കിലും ഒരു കാര്യത്തിൽ നളന്ദയ്ക്കും വിക്രമശിലയ്ക്കും സമാനത അവകാശപ്പെടാം. ഈ രണ്ട് വിദ്യാപീഠങ്ങളും ഒരേ കാലഘട്ടത്തിൽ ഒരേയാൾ തന്നെയാണ് നശിപ്പിച്ചത്: ഭക്തിയാർ ഖിൽജി. AD 1206 മുതൽ 1210 വരെ ഡൽഹിയിൽ ഭരണം നടത്തിയിരുന്ന സുൽത്താനായിരുന്നു കുത്തബ്ദീൻ ഐബക്ക്. അദ്ദേഹത്തിൻ്റെ കുതിരപ്പടയാളികളുടെ നേതാവായിരുന്നു ഭക്തിയാർ ഖിൽജി. നളന്ദയിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്ന പാല രാജവംശത്തിലെ ധർമ്മപാല രാജാവാണ് വിക്രമശില സർവകലാശാല സ്ഥാപിച്ചത്. സാഹിത്യാദി കലകളിൽ അഗാധ പാണ്ഡിത്യം നേടിയ വ്യക്തിയായിരുന്നു ധർമ്മപാല രാജാവ്. സർവകലാശാലയ്ക്ക് വേണ്ട സ്ഥലവും കെട്ടിടങ്ങളും മറ്റ് സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കുന്ന ഉത്തരവാദിത്വം മാത്രമേ അദ്ദേഹത്തിനുണ്ടായിരുന്നുള്ളൂ. വിക്രമശിലയിലെ പാഠ്യപദ്ധതിക്ക് അടിത്തറയിട്ടതും അനുയോജ്യരായ ഗുരുക്കന്മാരെ നിയമിച്ചതും വിദ്യാർത്ഥികളെ തിരഞ്ഞെടുത്തതുമെല്ലാം നളന്ദയിലെ ആചാര്യന്മാരാണ്. മിക്ക അധ്യാപകരും നളന്ദയിൽ നിന്ന് ഉന്നത വിജയം നേടിയവരായിരുന്നു. സ്വതന്ത്രമായ നിലനിൽപ്പ് ഉണ്ടാകുന്നതുവരെ വിക്രമശിലയിലെ എല്ലാ കാര്യത്തിലും നളന്ദയിലെ ആചാര്യന്മാരുടെ മേൽനോട്ടമുണ്ടായിരുന്നു. ഗംഗാതീരത്തെ മനോഹരമായ ഒരു കുന്നിൻ മുകളിലായിരുന്നു സർവകലാശാലയുടെ ആസ്ഥാനം. നളന്ദയിലേതുപോലെ അനേകം നിലകളുള്ള കെട്ടിടങ്ങൾ ശില്പഭംഗി നിറഞ്ഞവയായിരുന്നു. ഓരോ വിഷയങ്ങളും പ്രത്യേകം കെട്ടിടങ്ങളിലാണ് പഠിപ്പിച്ചിരുന്നത്. വിദ്യാർത്ഥികളും ഗുരുക്കന്മാരും താമസിച്ചിരുന്ന കെട്ടിടങ്ങൾ പ്രധാന മതിൽക്കെട്ടിന് അകത്ത് തന്നെയായിരുന്നു. നളന്ദയിലെ പോലെ തന്നെ ഇവിടെ പഠിപ്പിച്ചിരുന്ന ആചാര്യന്മാർക്കും വിദ്യാർത്ഥികൾക്കും ഭക്ഷണവും താമസവും എല്ലാം സൗജന്യമായിരുന്നു. വിവിധ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന 108 പ്രധാന ആചാര്യന്മാരും അതിലേറെ സന്ദർശക ആചാര്യന്മാരും വിക്രമശിലയിലുണ്ടായിരുന്നു. പ്രധാന പ്രവേശന കവാടത്തിൻ്റെ വലതുവശത്ത് നാഗാർജുനൻ്റെയും ഇടത് ഭാഗത്ത് അസിതയുടെയും ഛായാചിത്രങ്ങളുണ്ടായിരുന്നു. വിക്രമശിലയെ പരമോന്നത നിലയിലേക്ക് ഉയർത്തിയ പണ്ഡിത ശ്രേഷ്ഠനാണ് അസിത. വിജ്ഞാനത്തിൻ്റെ വിവിധ ശാഖകളിൽ ഉപരിപഠനത്തിനുള്ള സൗകര്യവും ഇവിടെയുണ്ടായിരുന്നു. പണ്ഡിറ്റ് എന്ന ബിരുദമാണ് ഇവിടെ നിന്ന് നൽകിയിരുന്നതിൽ ഏറ്റവും പരമോന്നതമായത്. വിക്രമശിലയിലെ ആചാര്യന്മാരുടെ സേവനം സർവകലാശാലയിൽ മാത്രം ഒതുങ്ങി നിന്നില്ല. ചുറ്റുപാടുമുള്ള ഗ്രാമവാസികളെ ബോധവാന്മാരാക്കാൻ ഗ്രാമങ്ങൾ തോറും സഞ്ചരിച്ച് അവർ പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. ഈ യാത്രകളിൽ ശിഷ്യരെയും കൂടെ കൂട്ടിയിരുന്നു. വിക്രമശിലയിലെ വിദ്യാർത്ഥികളിൽ വലിയൊരു ഭാഗം ടിബറ്റിൽ നിന്നുള്ളവരായിരുന്നു. ടിബറ്റും ഈ സർവകലാശാലയും തമ്മിൽ അടുത്ത ബന്ധം പുലർത്തിപ്പോന്നു. ടിബറ്റിലെ പല വിദ്യാകേന്ദ്രങ്ങളും ആരംഭിച്ചത് ഇവിടുത്തെ ആചാര്യന്മാരും പൂർവ്വ വിദ്യാർത്ഥികളും ചേർന്നാണ്. ഈ വിദ്യാപീഠങ്ങളിൽ വിക്രമശിലയിലെ ആചാര്യന്മാർ കൂടെ പോയി പ്രഭാഷണങ്ങൾ നടത്തിയിരുന്നു. വിക്രമശിലയെക്കുറിച്ച് ഭാരതീയ ഗ്രന്ഥങ്ങളിൽ വളരെ കുറച്ച് വിവരങ്ങളേ ഉള്ളൂ. കാരണം അവയെല്ലാം നശിപ്പിക്കപ്പെട്ടു. ഈ വിഖ്യാത സർവകലാശാലയെക്കുറിച്ചുള്ള ഏകദേശ വിവരങ്ങൾ അറിയുന്നത് ടിബറ്റൻ രേഖകളിൽ നിന്നാണ്. ഭക്തിയാർ ഖിൽജി ഈ വിദ്യാപീഠത്തിന് തീ കൊടുക്കുന്ന അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണ് വെട്ടിച്ച് ഏതാനും ടിബറ്റൻ വിദ്യാർത്ഥികൾ ജീവൻ പണയം വെച്ച് കടത്തിയ രേഖകൾ മാത്രമാണ് വിക്രമശിലയെക്കുറിച്ച് ഇന്ന് അവശേഷിച്ചിട്ടുള്ളത്. ഈ ആക്രമണ സമയത്ത് കാശ്മീർ സ്വദേശിയായ ശാക്യശ്രീ പണ്ഡിറ്റായിരുന്നു വിക്രമശിലയുടെ പരമോന്നതാചാര്യൻ. 400 വർഷത്തോളം ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ നിന്നെത്തിയിരുന്ന വിജ്ഞാനദാഹികൾക്ക് അഭയസ്ഥാനമായി നിൽക്കാൻ വിക്രമശിലയ്ക്ക് കഴിഞ്ഞു.